بسم الله الرحمن الرحيم. يا بني إسرائيل قد أنجيناكم من عدوكم وواعدناكم جانب الطور الأيمن ونزلنا عليكم المن والسلوى. كلوا من طيبات ما رزقناكم ولا تطغوا فيه فيحل عليكم غضبي، ومن يحلل عليه غضبي فقد هوى، وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1005 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 80 മുതൽ 82 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني إسرائيل قد أنجيناكم من عدوكم ووعدناكم جانب الطور الأيمن ونزلنا عليكم المن والسلوى. كلوا من طيبات ما رزقناكم ولا تطغوا فيه فيحل عليكم غضبي، ومن يحلل عليه غضبي فقد هوى، وإني لغفار لمن تاب وآمن وعمل صالحا ثم اهتدى. صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 80 മുതൽ 82 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേൽ സമൂഹത്തെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് മൂസ അലൈഹി ഇസ്ലാമിനോട് തന്റെ ദാസന്മാരെയും കൂട്ടി ഈജിപ്തിൽ നിന്ന് രാത്രിക്ക് രാത്രി പുറപ്പെട്ടുകൊള്ളാൻ അത് അള്ളാഹു നിർദ്ദേശം നൽകുന്നതാണ് നമ്മൾ കണ്ടത്. അവർക്ക് വേണ്ടി സമുദ്രത്തില് വളരെ ഉണങ്ങി വരണ്ട ഒരു ഉറച്ച പാത ഉണ്ടാക്കി കൊടുക്കുവാനും യാതൊരു ഭയാശങ്കകളും കൂടാതെ പുറകെ വരുന്ന ആളുകൾ പിടികൂടും എന്ന പേടിയോ സമുദ്രം ഒന്നായി ചേർന്ന് അതിൽ മുങ്ങി മരിക്കേണ്ടി വരുമെന്ന ആശങ്കകളോ ഒന്നും കൂടാതെ സമുദ്രം മുറിച്ചു കടക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തതാണ് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് കാണുകയുണ്ടായത്. ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചുരുക്കം ചില സംഭവങ്ങളിൽ എണ്ണപ്പെടുന്ന ഈ സംഭവം ഈജിപ്തിൽ നിന്ന് ബനൂ ഇസ്രായേൽ സമൂഹം അവരുടെ പുറപ്പാട് നടത്തുന്ന കാര്യമാണ് ഇവിടെ വിവരിക്കപ്പെടുന്നത്. ദീർഘകാലത്തെ പ്രവാസത്തിന് ശേഷം എന്ന് വെച്ചാൽ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ കാലം മുതൽ മൂസ അലൈഹിസ്സലാമിന്റെ കാലം വരെയുള്ള ദീർഘമായൊരു കാലം ഈജിപ്തില് പല അവസ്ഥകളിലായിട്ട് ബനൂ ഇസ്രായേൽ സമൂഹം കഴിഞ്ഞുകൂടുകയുണ്ടായിട്ടുണ്ട്. യാക്കൂബ് അലൈഹിസ്സലാമും 11 ആൺമക്കളും 10 ആൺമക്കളും അവരുടെ യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ പത്നിയും
ഒക്കെയാണ് യൂസുഫ് അലൈഹി ഇസ്ലാമിന് ഈജിപ്തിന്റെ കൈകാര്യകർത്തൃത്വം കരഗതമായ ഘട്ടത്തില് ഈജിപ്തിൽ വരികയുണ്ടായത്. ഫലസ്തീൻ പ്രദേശത്തും പരിസരത്തും ഒക്കെ അനുഭവപ്പെട്ട രൂക്ഷമായ വരൾച്ചയും ക്ഷാമവും ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈജിപ്തില് വളരെ ആസൂത്രിതമായി നടപ്പിലാക്കപ്പെട്ട സാമ്പത്തിക അച്ചടക്കത്തിന്റെ ഫലമായിട്ട് ഈജിപ്തിന് സമീപ പ്രദേശത്തുള്ള ആളുകൾക്ക് ധാന്യങ്ങൾ നൽകിക്കൊണ്ട് സഹായിക്കാനൊക്കെ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഫലസ്തീൻ പ്രദേശത്ത് നിന്ന് യാക്കൂബ് അലൈഹി ഇസ്ലാമും സന്താനങ്ങളും ഈജിപ്തിൽ വരുന്നത്. യൂസുഫ് അലൈഹി ഇസ്ലാം നേടിയെടുത്ത ജനസമ്മിതിയും വിശ്വാസ്യതയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് കരഗതമായ കൈകാര്യകർത്തൃത്വവും അധികാരവും ഒക്കെ ഉള്ള അവസ്ഥയിൽ ബനു ഇസ്രായേൽ സമൂഹത്തിന് ഈജിപ്തില് വലിയ ശാന്തി സമാധാനത്തോടു കൂടി ദീർഘമായ കാലം കഴിയാൻ സാധിച്ചുവെങ്കിലും കാര്യങ്ങളൊക്കെ ആകെ തകിടം മറിയുന്ന ഒരവസ്ഥ വളരെ വൈകാതെ തന്നെ സംജാതമാവുകയുണ്ടായി. ഖിബ്തി വംശത്തിൽപ്പെട്ട ആളുകള് വംശീയ വികാരം ഇളക്കി വിട്ടുകൊണ്ട് ബനു ഇസ്രായേൽ സമൂഹത്തെ ഈജിപ്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള ഉപചാപങ്ങളും നിരന്തരമായ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. സമാന്തരമായിട്ട് തന്നെ ബനു ഇസ്രായേൽ സമൂഹം വളരെ യാതനാപൂർണമായ അവസ്ഥകളിലേക്കൊക്കെ കൂപ്പുകുത്തുകയും ചെയ്യാണ്. അവര് ഖിബ്തി വംശക്കാരുടെ അടിമത്തത്തിന് ഇരയാവുകയും അതുപോലെ അന്യവൽക്കരിച്ചുകൊണ്ടുള്ള ഗവൺമെന്റ് നടപടികൾ, അന്നത്തെ ഭരണകർത്താക്കന്മാരുടെ നടപടികളൊക്കെ കാരണമായി ഈജിപ്തില് എല്ലാ നിലക്കും ഒരു രണ്ടാം തരം പൗരന്മാരായിട്ടും അക്ഷരാർത്ഥത്തിൽ തന്നെ അടിമകളായിട്ടും ഒക്കെ ജീവിക്കേണ്ടി വന്ന അവസ്ഥയിലായിരുന്നു ബനു ഇസ്രായേൽ സമൂഹം ഉണ്ടായിരുന്നത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ പിറവി സംഭവിക്കുന്ന ആ ഘട്ടത്തിലാണ് മറ്റൊരു പ്രതിസന്ധി കൂടി ബനു ഇസ്രായേൽ സമൂഹത്തിന് വന്നു ചേരുന്നത്. രാജാവിനുണ്ടായ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവിടുത്തെ ആസ്ട്രോളഗേഴ്സ് പറഞ്ഞ ഒരു കാര്യം, ബനു ഇസ്രായേൽ സമൂഹത്തിൽ ഒരു ആൺകുഞ്ഞ് പിറക്കാനിരിക്കുന്നു, അവൻ ഫറോവക്കും കുടുംബത്തിനും വലിയ ഭീഷണിയായി മാറും, അയാളെ അധികാരത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കും എന്നൊക്കെയുള്ള ഒരു പ്രവചനം അല്ലെങ്കിൽ സമാനമായ ഒരു സംഭവം. അതിന്റെ പേരിൽ ബനു ഇസ്രായേൽ സമൂഹത്തിൽ പിറക്കുന്ന ആൺകുഞ്ഞുങ്ങളെയൊക്കെയും കൊന്നൊടുക്കാൻ ഫിറഔൻ തീരുമാനിക്കുകയായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ വളരെ തന്ത്രപൂർവമായ ഇടപെടലിലൂടെ മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ശൈശവ ബാല്യങ്ങളൊക്കെ പിന്നിട്ട് ഫിറഔന്റെ കൊട്ടാരത്തിൽ തന്നെ വളർന്ന് ഒരു യുവാവായി മാറുന്നതും പിന്നീട് ഒരു അവിചാരിതമായി ഉണ്ടായ ഒരു കൊലപാതകം, അതിനെ തുടർന്ന് മൂസ അലൈഹി ഇസ്ലാം ഈജിപ്റ്റ് വിട്ട് മദീനയിലേക്ക് പോവേണ്ടി വന്നതൊക്കെ ബനു ഇസ്രായേലിന്റെ ചരിത്രത്തിലെ നിർണായകമായ സംഭവങ്ങളാണ്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അള്ളാഹു ചുമതലപ്പെടുത്തിയ ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ കൂടി സഹകാരിയും സഹായിയും ഒക്കെ ആയിട്ട് നൽകപ്പെട്ട അവസ്ഥയില് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ പിൻബലമായി ഉള്ള വിധത്തിലാണ്. അങ്ങനെ ഈജിപ്തില് ഫിറോനുമായിട്ട്
സംഭാഷണം ഇത് സംബന്ധമായിട്ട് നടക്കുന്നു. മൂസ അലൈഹി ഇസ്ലാം അള്ളാഹു തനിക്ക് നൽകിയിട്ടുണ്ടായിരുന്ന ദൃഷ്ടാന്തങ്ങൾ കാണിക്കുന്നു. അത് ഫിറഔനെയും കൂടെ ഉണ്ടായിരുന്നവരെയും ഒക്കെ വല്ലാതെ വിസ്മയിപ്പിച്ച ആ ദൃഷ്ടാന്തങ്ങൾ കാണിക്കപ്പെട്ടതിന്റെ മുന്നില് തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്ന വിധത്തില് ഒരു വെല്ലുവിളിയായിട്ട് അനുഭവപ്പെട്ട ഒരു കാര്യമൊക്കെയാണ് സംഭവിക്കുന്നത്. അതിനെ തുടർന്നാണ് അത് കേവലമായ ആഭിചാരക്രിയ മാത്രമാണ്, അതിനെ കവച്ചു വെക്കുന്ന ആഭിചാരക്രിയ ചെയ്യാൻ കഴിയുന്ന ആഭിചാരകര് തന്റെ പക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഈ പ്രകടനത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഫിറഔൻ ഒരു മാറ്റുരയ്ക്കലിന് സന്നദ്ധനാവുന്നത്. ആ സംഭവമാണ് നമ്മൾ വിശദമായിട്ട് കാണുകയുണ്ടായത്. ആ മാറ്റുരയ്ക്കലിൽ വളരെ പ്രകടമായി തന്നെ, പ്രത്യക്ഷമായി തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിധത്തില് സാഹിറുകൾ കാണിച്ചത് അവരുടെ ആഭിചാരക്രിയയും മൂസ അലൈഹി ഇസ്ലാം പ്രകടിപ്പിച്ചത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളുമാണ് എന്നതെല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിധത്തിൽ, പ്രത്യേകിച്ച് ആഭിചാരകർക്ക് തന്നെയാണ് അത് ഏറ്റവും നന്നായി ബോധ്യപ്പെടുന്നത്. അവരാണ് വളരെ ധീരമായിട്ട് ഉറച്ചു നിന്നുകൊണ്ട് വിശ്വാസപാതയിലേക്ക് കടന്നു വരാൻ സന്നദ്ധരായത്. ഇതിനെ തുടർന്ന് ദീർഘമായൊരു കാലം ഈജിപ്തില് ബനൂ ഇസ്രായേൽ സമൂഹത്തിനിടയിൽ വലിയ സംസ്കരണ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടും അവരെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരികെ നയിച്ചുകൊണ്ടുമൊക്കെ മൂസ അലൈഹി സ്വലാം ഈജിപ്തില് കഴിയുന്നുണ്ട്. ഈജിപ്തില് തുടർന്ന് ജീവിതം അസാധ്യമാണ് എന്ന ഒരു ഘട്ടം എത്തിയപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിന് ഒരു രാത്രി നിശ്ചയിച്ചു കൊടുക്കുകയും അന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് ഒത്തുചേർന്ന് ഈജിപ്തിൽ നിന്ന് അവരൊന്നാകെ രാത്രിക്ക് രാത്രി തന്നെ പലായനം ചെയ്ത് പൊയ്ക്കൊള്ളണം എന്ന് നിർദ്ദേശിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തില് ബനൂ ഇസ്രായേൽ സമൂഹം എന്ന് വെച്ചാൽ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട മുഴുവൻ ആളുകളും ആദർശപരമായി അവരോടൊപ്പം ചേർന്ന തദ്ദേശീയരായ ആളുകളും ഒക്കെ അടങ്ങുന്ന ആ സമൂഹം ഈജിപ്തിൽ നിന്ന് പോകാൻ വേണ്ടി മൂസ അലൈഹി ഇസ്ലാമിന്റെ നേതൃത്വത്തില് സമ്മേളിക്കുകയൊക്കെ ചെയ്യുന്നു. ആ ഘട്ടത്തില് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് നൽകിയ നിർദ്ദേശമാണ് അവർക്ക് വേണ്ടി സമുദ്രത്തില് ഒരു ഉണങ്ങിയ, ഡ്രൈ ആയ, നനഞ്ഞ, ഈർപ്പമുള്ളതല്ല, ഉണങ്ങി വരണ്ട ഒരു പാത ഒരുക്കി കൊടുക്കണം എന്ന് പറയുന്നു. മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്റെ വടി സമുദ്രത്തിൽ അടിക്കുകയും സമുദ്രം രണ്ട് പിളർപ്പായി രണ്ട് വശങ്ങളിലേക്ക് മാറി നിൽക്കുകയും അവയ്ക്കിടയില് ഉണങ്ങി വരണ്ട നല്ല ഒരു പാത തന്നെ തയ്യാറാവുകയും ചെയ്യും. നല്ല ഉറച്ച പാത. ദീർഘകാലം വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്ന, ജലസാന്നിധ്യം ഉണ്ടായിരുന്ന ഒരു പ്രതലം പോലെയല്ല, നല്ല ഉറച്ച ഒരു പ്രതലം, അതും വളരെ ഡ്രൈ ആയത് രൂപപ്പെട്ടു വരികയും ചെയ്തു. വലിയ പർവ്വതങ്ങൾ പോലെ ഉയർന്നു മാറി നിൽക്കുന്ന സമുദ്രത്തിന്റെ രണ്ട് വശങ്ങള് കാഴ്ചയിൽ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു സംഗതി തന്നെയാണ്. പക്ഷെ അത് കണ്ട് ഭയപ്പെടരുത്. നിങ്ങളുടെ പുറകിൽ നിന്ന് നിങ്ങളെ പിടികൂടാൻ വേണ്ടി വരുന്ന ഫിറോനും സംഘവും നിങ്ങളെ പിടികൂടും എന്ന പേടിയും നിങ്ങൾക്ക് വേണ്ട. സമുദ്രം രണ്ട് പിളർപ്പ് ആയി നിൽക്കുന്നത് ഒന്നായി ചേർന്ന് സമുദ്രത്തിൽ നിങ്ങൾ മുങ്ങിപ്പോകുമെന്ന ഭയവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് സമുദ്രം മുറിച്ച് കടക്കാൻ അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. അതിനെ തുടർന്ന് ഫിറോൻ അയാളുടെ സേനകളെയുമായിട്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ തൊട്ട് പുറകിലായിട്ട് ചെങ്കടൽ തീരത്തെത്തി. അവര് കാണുന്ന കാഴ്ച മൂസ അലൈഹി ഇസ്ലാമും ബനൂ ഇസ്രായേൽ സമൂഹവും ഒന്നാകെ ചെങ്കടൽ മുറിച്ച് കടന്നു പോകുന്നതാണ്. സമുദ്രം രണ്ട് പിളർപ്പായി
മാറി നിൽക്കുന്ന ഒരു കാഴ്ച. എന്നിട്ട് അതിലൂടെ ഇവര് കടന്നു പോകുന്നതാണ് ഫിറോനും കൂട്ടരും കാണാനിടയാവുന്നത്. ഫിറോനും കൂട്ടരും അവരെ പിന്തുടർന്നുകൊണ്ട് സമുദ്രത്തിന്റെ മധ്യത്തിലെത്തിയ നേരത്ത് സമുദ്രം ആ രണ്ട് പിളർപ്പായി നിന്നത് ഒന്നായി മാറുകയും അവരെ തിരമാലകള് മൂടി പൊതിയുകയും ചെയ്തു. അവരൊക്കെയും തന്നെ അവിടെ മുങ്ങി മരിക്കുകയാണ് ഉണ്ടാവുന്നത്. ഇതാണ് ഖുർആൻ ഇവിടെ വിവരിക്കുന്നത്. നിശ്ചയമായിട്ടും ഫിറഔൻ തന്റെ സമൂഹത്തെ തെറ്റായ വഴിയിലൂടെ നയിക്കുകയായിരുന്നു. ഒരിക്കലും തന്നെ അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുകയല്ല ചെയ്തത് എന്നാണ് അള്ളാഹു അതേക്കുറിച്ച് ഇവിടെ പറയുന്നത്. ഒരു സമൂഹത്തെ അതിന്റെ ഭരണാധികാരി, അവിടെ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നേതൃത്വം വഹിക്കുന്ന നായകൻ എന്തുമാത്രം ആ സമൂഹത്തിന് അയാളുടെ സാന്നിധ്യവും അയാളുടെ പ്രവർത്തനങ്ങളും നിർണായകമാണ് എന്നത് കാണിക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. ഒരു നാടിന് അക്രമിയായ, ഫാജിറായ, ലാലിമായ ഭരണാധികാരിയാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അയാൾ കാരണമായിട്ട് ആ സമൂഹം തന്നെ വലിയ പ്രയാസത്തിലകപ്പെടും. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമാകാൻ ബുദ്ധിശൂന്യനും അതുപോലെ പല ഗൂഢമായ പദ്ധതികളുമായിട്ട് നടക്കുന്ന ഒരാളുമായ ഭരണാധികാരിയാണ് ഉള്ളതെങ്കിൽ സമ്പദ് വ്യവസ്ഥ തന്നെ തകരാൻ അത് കാരണമാവും. നാട്ടിന്റെ അടിസ്ഥാന വ്യവസായങ്ങളും വരുമാന സ്രോതസ്സുകളും ഒക്കെ തന്നെ മറ്റു പലരുടേതുമായി മാറുന്ന ഒരു ദുരിതം ആ നാട്ടിലെ ആളുകൾ അനുഭവിക്കേണ്ടി വരും. അവരുടെ കറൻസിക്ക്, അവിടെ വിനിമയം ചെയ്യപ്പെടുന്ന നാണയത്തിനും അതുപോലെ അവരുടെ കറൻസിക്കും മൂല്യമില്ലാതായി മാറി അവരുടെ കച്ചവട സംരംഭങ്ങളും വരുമാന സ്രോതസ്സുകളും ഒക്കെ തന്നെ തകർന്നടിയുന്ന വലിയ പണപ്പെരുപ്പവും കാരണമായിട്ട് എല്ലാറ്റിനും വില വർദ്ധിക്കുന്ന, ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി മാറുന്ന ഒരു അനുഭവമൊക്കെ സ്വാഭാവികമായിട്ട് തന്നെ വന്നു ചേരും ഭരണാധികാരിയുടെ പിടിപ്പുകേടോടുകൂടിയുള്ള അല്ലെങ്കിൽ നയവൈകല്യങ്ങളോടുകൂടിയുള്ള ഭരണരീതികൾ കാരണമായിട്ട്. തെറ്റായ വിദേശ നയങ്ങൾ കാരണമായിട്ട് വൈദേശിക ശക്തികള് രാജ്യത്തിന് എന്നും ഭീഷണി ഉയർത്തുന്ന അവസ്ഥ ഉണ്ടാകാം. വലിയ യുദ്ധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാം. അങ്ങനെയുള്ള വലിയ ദുരന്തങ്ങളൊക്കെ നാട്ടിലെ ആളുകൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതേക്കാൾ അപകടകരമായ ഒരു കാര്യമാണ് മനുഷ്യഭാഗധേയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശരിയായ തിരിച്ചറിവില്ലാത്ത ഒരു ഭരണാധികാരി സമൂഹത്തെ വഴികേടിലാക്കുന്നത്. കോടികൾ മുടക്കിയിട്ട് തീർത്തും അന്ധവിശ്വാസ ജടിലമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഭരണാധികാരി നാട്ടിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ തകരാൻ കാരണമാകുന്ന അത്രയും വലിയ തുകയൊക്കെ മുടക്കിയിട്ട് പണിത് ഉയർത്തുന്നുണ്ടാവുക ഒരുപക്ഷെ ഏറ്റവും വലിയ അബദ്ധങ്ങളുടെ ഗോപുരങ്ങളായിരിക്കും. സമൂഹത്തിന് യാതൊരു ഉപകാരവും ഇല്ലാന്ന് മാത്രമല്ല, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും അവർക്ക് നഷ്ടമാകാൻ കാരണമാകുന്ന ഒരു നടപടിയായിട്ടൊക്കെ അത് മാറും. തെറ്റായ പാത തെരഞ്ഞെടുക്കുന്ന കാരണമായിട്ട് വലിയ ദുരന്തങ്ങൾ അതിനെ തുടർന്ന് ആ നാട്ടിലെ ജനങ്ങൾ ഏറ്റുവാങ്ങേണ്ടിയൊക്കെ വരും. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളും ഇതുപോലെയുള്ള ഒരു അവസ്ഥയാണ് നേരിട്ടിരുന്നത് എന്നത് ഖുർആന്റെ ഈ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഈജിപ്തിലെ ഫിറോൻ ചെയ്തുകൊണ്ടിരുന്ന അതേ വിധത്തിലുള്ള ജനങ്ങളെ വഴിതെറ്റിക്കുക എന്നത് മാത്രമല്ല, അവർക്ക് ശരിയായ ജീവിത മാർഗം കാണിച്ചു കൊടുക്കുന്നതിന് അല്ലെങ്കിൽ അവരത് കണ്ടെത്തുന്നതിന് തടസ്സമായി നിലകൊള്ളുക കൂടി ചെയ്യുക എന്നതാണ് മക്കയിലെ പ്രമാണിമാര്, വിശേഷിച്ച് ഖുറൈശി സമൂഹത്തിലെ പ്രമാണിമാര് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വിവരിക്കപ്പെടുന്ന മൂസ അലൈഹി ഇസ്ലാമിന്റെ കഥയില് ഈജിപ്തിലെ ഭരണാധികാരിയും അയാളോടൊപ്പമുള്ള ആളുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇതേ കാര്യമാണ്. അതിന്റെ വലിയൊരു ദുരന്തമാണ് ചെങ്കടലിൽ മുങ്ങി മരിച്ച ഈ ആളുകൾ ഫറോവയും അയാളുടെ വലിയ ഒരു സൈനിക വ്യൂഹവും നേരിടേണ്ടി വന്നത് എന്നതാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഇതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകൾ വരുന്നത്. യഥാർത്ഥത്തിൽ അത് ഈ ദുരന്തം സംഭവിച്ചതിന് ശേഷം ഫിറോനും കൂട്ടരും ചെങ്കടലിൽ മുങ്ങി മരിക്കുകയും അതിന്റെ തൊട്ടു മുമ്പായി മൂസ അലൈഹി ഇസ്ലാമും അനുയായികളും മറുകരയില് സിനായി മരുഭൂമിയുടെ ഒരറ്റത്ത് എത്തുകയും ചെയ്ത ഈ സംഭവം ഉണ്ടായി. ഒരുപക്ഷെ വർഷങ്ങൾ തന്നെ പിന്നിട്ടതിന് ശേഷമുള്ള ഒരു കാര്യമാണ് അള്ളാഹു ഇവിടെ വിവരിക്കുന്നത്. സിനായി മരുഭൂമിയിൽ അവരെത്തുമ്പോ അവരുടെ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും അതുപോലെ അത്യാവശ്യം കയ്യിലെടുക്കാൻ പറ്റുന്ന ഭക്ഷ്യവിഭവങ്ങളും ഒക്കെ എടുത്തുകൊണ്ടാണ് അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. ചെങ്കടല് കടന്ന് സിനായി മരുഭൂമിയിൽ എത്തിയപ്പോ അവിടുന്ന് അങ്ങോട്ട് ദീർഘമായൊരു പ്രയാണം അവർ വീണ്ടും നടത്താനിരിക്കുകയാണ് ഫലസ്തീനിലേക്ക് എത്താൻ. ആ യാത്ര അവർക്ക് ആകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുമായിരുന്നു അവര് മര്യാദക്കാരായ ഒരു സമൂഹമായിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ സമൂഹത്തിലെ മുസ്ലിം സമൂഹത്തെ പോലെ, മുസ്ലിം ഉമ്മത്തിനെ പോലെ ഉള്ള എല്ലാവിധ അധാർമികതയും ജീർണതയും ഒക്കെ കൈമുതലായി ഉണ്ടായിരുന്ന ഒരവസ്ഥയായിരുന്നു ആ ഘട്ടത്തിൽ ബനൂ ഇസ്രായേലിന് ഉണ്ടായിരുന്നത് എന്നതാണ് ചരിത്രപരമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാവിധ ജീർണതകളും വിശ്വാസപരമായതും കർമ്മപരമായതും ധാർമ്മിക സദാചാര സംബന്ധിയായതുമൊക്കെയായ സകലവിധ ജീർണതകളും അവരിലുണ്ടായിരുന്നു. നാട്ടിൽ നടക്കുന്ന ഏത് കുറ്റകൃത്യങ്ങൾ പരിശോധിച്ചാലും അതില് ഇവരിൽപ്പെട്ട ചിലരുടെ പേര് കാണാൻ പറ്റുമായിരുന്നു. നമ്മുടെ അവസ്ഥ അങ്ങനെയൊക്കെയാണ്. എന്ത് കുറ്റകൃത്യത്തിന്റെ റിപ്പോർട്ട് വായിക്കാൻ അവസരം ഉണ്ടായാലും അതിലൊക്കെ കഥയില്ലാത്ത, ധർമ്മബോധമില്ലാത്ത, ദിശാബോധമില്ലാത്ത മുസ്ലിം സമുദായ അംഗങ്ങൾ കണ്ടെത്തുക ഒരു പ്രയാസമുള്ള ഒരു കാര്യമല്ല. അപ്പൊ ഇങ്ങനെയുള്ള ജീർണതകൾക്ക് വിധേയമായ ഒരു സമൂഹം, ആ സമൂഹം വളരെ പെട്ടെന്നൊന്നും ഫലസ്തീനിലേക്ക് എത്തുക എന്ന അവരുടെ ലക്ഷ്യം കൈവരിക്കുന്നില്ല. അള്ളാഹു അതിന് ചില തടസ്സങ്ങൾ അവർക്ക് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് താൽക്കാലികമായി മരുഭൂമിയില്, സിനായി മരുഭൂമിയിലെ പല സ്ഥലങ്ങളിലായിട്ട്, പലയിടങ്ങളിലായിട്ട് കഴിയാൻ അവർക്ക് അള്ളാഹു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യാം. നമ്മൾ സൂറത്തുൽ ബഖറ വായിച്ചപ്പോ അതിന്റെ പല വിശദാംശങ്ങളും കാണുകയുണ്ടായതാണ്. ഇവിടെ അള്ളാഹു ഈ കാര്യങ്ങളിൽ ചിലത് ബനു ഇസ്രായേൽ സമൂഹത്തിന് ഓർമ്മിപ്പിക്കുകയാണ്. യാ ബനി ഇസ്രായേൽ, ഇസ്രായേലിന്റെ മക്കളെ, അത് അൻജൈനാക്കും മിൻ അദുവ്വിക്കും, നിശ്ചയമായിട്ടും നിങ്ങളുടെ ശത്രുവിൽ നിന്ന് നാം നിങ്ങളെ രക്ഷപ്പെടുത്തുകയുണ്ടായി. വാഴദിനാക്കും ജാനിബത്തൂരിൽ ഐമൻ, തൂർ പർവ്വതത്തിന്റെ വലതുവശത്തായി, തൂറിനോട് ചേർന്ന് ഒരിടത്ത് നിങ്ങൾക്ക് നാം ഒരു സമയം നിശ്ചയിച്ചു തന്നു, ഒരു കൂടിക്കാഴ്ചക്കായിട്ട്. അള്ളാഹു അവർക്ക് ഒരു സ്ഥലവും സമയവും നിശ്ചയിച്ചു കൊടുക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. മൂസ അലൈഹി ഇസ്ലാം തന്റെ പ്രതിനിധിയായ ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ ബനൂ ഇസ്രായേൽ സമൂഹത്തോടൊപ്പം നിർത്തിയിട്ട്
തൂർ സൈന പർവ്വതത്തിന്റെ ഒരു ഓരത്തുള്ള ഒരിടത്തേക്ക് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഒരു കൂടിക്കാഴ്ചക്കായിട്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മാർഗദർശനം സ്വീകരിക്കുന്നതിന് വേണ്ടി ശിലാഫലകങ്ങളില് രേഖപ്പെടുത്തപ്പെട്ട കൽപ്പനകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി തൂർ പർവ്വതത്തിന്റെ പരിസരത്തേക്ക് പോകുന്ന ഒരു സംഭവം വിശുദ്ധ ഖുർആനില് വിശദമായിട്ട് പലയിടത്തും വിവരിക്കുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അള്ളാഹു അവർക്കായിട്ടൊരു ജാനിബ് തൂർ പർവ്വതത്തിന്റെ ഒരു വശത്ത് വലതുഭാഗത്തുള്ള ഒരു വശത്തായിട്ട്, അത് തൂർ പർവ്വതത്തിന്റെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് ഈ തൂർ പർവ്വതത്തിന്റെ കിഴക്ക് വശത്തായിട്ടാണ് കാണാൻ കഴിയും. അങ്ങനെ ഒരിടത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഒരു കൂടിക്കാഴ്ചക്ക് അവർക്കൊരു സമയം നിശ്ചയിച്ചു കൊടുത്ത, അവർക്കൊരു മൗഇദ് നൽകിയ ഒരു സംഭവം, അള്ളാഹു അവർക്ക് പ്രത്യേകമായ ഒരു അനുഗ്രഹം നൽകിയ ഒരു കാര്യം എടുത്തു പറയുകയാണ്. ഏറ്റവും കിരാതന്മാരായ ശത്രുക്കളിൽ നിന്ന് ബനു ഇസ്രായേൽ സമൂഹത്തെ രക്ഷപ്പെടുത്തുകയുണ്ടായി എന്നതാണ് ഇവിടെ ബനു ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. ശത്രു ഇല്ലാതായതുകൊണ്ട് മാത്രം ഒരു സമൂഹം രക്ഷപ്പെടുകയില്ല. അവർക്ക് കൃത്യമായ ഒരു ദിശാബോധം നൽകുന്ന ഒരു ദർശനം ആവശ്യമാണ്. ജീവിതം എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്നതൊക്കെ അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു ദർശനം, ഒരു ദൈവിക മാർഗദർശനം അവർക്ക് ആവശ്യമാണ്. ഏത് സമൂഹത്തിനും അത് ആവശ്യമാണ്. ശത്രു ഇല്ലാതായി എന്നതുകൊണ്ട് ഒരു സമൂഹവും ശരിയായ പാതയിലായിക്കൊള്ളണം എന്നില്ല, നല്ല ആളുകളായി മാറണം എന്നില്ല. ശത്രു ഇല്ലാതായി കഴിഞ്ഞാൽ ഇവര് തന്നെ പരസ്പരം ശത്രുതയിലായി മാറുക എന്ന സ്വാഭാവികതയിലേക്കാണ് കാര്യങ്ങൾ പോവുക. അവരെ ഒരുമിപ്പിച്ച് നിർത്തുന്ന, അവരെ ഐക്യപ്പെടുത്തി നിർത്തുന്ന ലക്ഷ്യബോധമുള്ള ഒരു സമൂഹമാക്കി അവരെ മാറ്റുന്നത് ദൈവികമായ മാർഗദർശനമാണ്. അവർക്ക് കൃത്യമായ ഒരു ദിശാബോധം നൽകപ്പെടേണ്ടതുണ്ട്. അതുപോലെ ഒരു ജീവിത ദർശനം, എന്താണ് ജീവിതം എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരു ദർശനം ആവശ്യമുണ്ട്. ഇതൊക്കെ നൽകുന്ന സംഗതിക്ക് വേണ്ടിയാണ് തൂർ പർവ്വതത്തിന്റെ വലതു ഭാഗത്തായിട്ട് ഒരിടത്ത് അവർക്കൊരു മൗഇദ്, ഒരു സമയവും ഒരു സ്ഥലവും അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുകയുണ്ടായത്. ഒരു സമൂഹത്തിന് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു സംഗതിയാണ് അവർക്ക് വേണ്ട ജീവിത ദർശനം നൽകി അവർക്ക് മാർഗദർശനം നൽകുക എന്നത്. തുടർന്ന് അള്ളാഹു പറയുന്നത് വനസ്സൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് സിനായ് മരുഭൂമിയിലൂടെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അവരുടെ കയ്യിൽ അവർ വരുമ്പോ കൊണ്ടുവന്നിരുന്ന ഭക്ഷ്യധാന്യങ്ങളും വിഭവങ്ങളും ഒക്കെ തീർന്നുപോയി. ബനു ഇസ്രായേൽ സമൂഹം തികച്ചും പട്ടിണിയിലായി മാറിയ ഒരു സമയമുണ്ടായിരുന്നു. ആ ഘട്ടത്തില് അള്ളാഹു അവർക്ക് മരുഭൂമിയിൽ മറ്റൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ലാത്ത ഒരു സന്ദർഭത്തില് വളരെ വിശിഷ്ടമായ ഒരു ഭക്ഷണം ഒരുക്കി കൊടുക്കുകയാണ്. അതാണ് മന്നും സെൽവായും. സെൽവ കാടപ്പക്ഷിയോട് സാദൃശ്യമുള്ള ഒരു പക്ഷിയാണ്. അതിന്റെ മാംസം വളരെ രുചികരമായത്, എളുപ്പത്തില് കൈ നീട്ടി പിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കോഴിയൊക്കെ പോലെയുള്ള ഒരു പക്ഷി. എപ്പോ വേണമെങ്കിലും അവർക്ക് കൈനീട്ടി പിടിച്ച് അതിന്റെ മാംസം ആഹരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സൗകര്യത്തിലുള്ള ഒരു പക്ഷി. മറ്റൊന്ന് മഞ്ഞ് ആണ്. മഞ്ഞ് എന്നാൽ മഞ്ഞ് പോലെ ആകാശത്തുനിന്ന് പെയ്തിറങ്ങിയിരുന്ന ഒരു ചെതുമ്പല് പോലെയുള്ള ഒരു വസ്തു. അത് മരുഭൂമിയിൽ ധാരാളമായി മഞ്ഞ് വീഴുന്നതിനോടൊപ്പം വീണ് കിടക്കുകയും അവർക്കത് പെറുക്കി കൂട്ടിയെടുത്ത് അതേപടി ഭക്ഷിക്കുകയോ അല്ലെങ്കിൽ ധാന്യപ്പൊടിയൊക്കെ പോലെ കുഴച്ച് മാവാക്കി അതുകൊണ്ട് അപ്പം ചുട്ട് കഴിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വിശിഷ്ടമായ സാധനം. അത് കണ്ടപ്പോ വളരെ കൗതുകകരമായ ഒരു സംഗതിയാണത്.
മഞ്ഞ് പെയ്തിറങ്ങുന്നതിനോടൊപ്പമായിട്ട് മരുഭൂമിയിൽ വീണുകൊണ്ടിരുന്ന ആലിപ്പഴമൊക്കെ പോലെയുള്ള ഒരു സംഗതി, ഒരു അനുഭവം പോലെ, അങ്ങനെ ഒരു സംഗതി ആകാശത്തുനിന്ന് വീണ് കിടക്കുന്നത് അവർക്ക് സുലഭമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് എഡിബിൾ ആണ്, ഭക്ഷ്യ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നത് അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവുകയും ചെയ്തു. അള്ളാഹു പ്രത്യേകമായ ഒരു സജ്ജീകരണം മരുഭൂമിയിൽ അവർക്കായിട്ട് ചെയ്തതാണ്. എന്താണിത് എന്ന് കൗതുകത്തോടു കൂടി അവർ ചോദിച്ച ഒരു പ്രയോഗത്തിൽ നിന്നാണ് ആ പേര് വരുന്നത് എന്ന് ബൈബിള് സൂചിപ്പിക്കുന്നുണ്ട്. മന്ന് എന്ന് പറഞ്ഞാൽ മാഹാദ എന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ളതോ ഒക്കെ ആയിട്ടുള്ള ഒരു പ്രയോഗം അവരുടെ ഭാഷയിൽ എന്താണിത് എന്ന് കൗതുകത്തിൽ അവർ ചോദിച്ച ഒരു ആ ചോദ്യമാണ് പിന്നീട് അതിന്റെ പേരായിട്ട് വിളിക്കപ്പെടുന്നത് എന്നതാണ് ബൈബിള് സൂചിപ്പിക്കുന്നത്. ശരിയാവാം, അല്ലാഹു അലം. എന്തായാലും മഞ്ഞ് എന്ന ഒരു പദാർത്ഥം മഞ്ഞ് പോലെ മണ്ണിൽ വീണ് കഴിഞ്ഞാൽ ഉറച്ച് ഒരു ചെരുമ്പല് പോലെയുള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയും അത് പെറുക്കിയെടുത്ത് ഒരു ഇസ്രായേലിന് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്വഭാവത്തിലുള്ള ഒരു സബ്സ്റ്റൻസ്. അതിനോടൊപ്പം സെൽവ പക്ഷിയുടെ മാംസവും. ഈ രണ്ട് സംഗതികള് അള്ളാഹു ഇവർക്കായിട്ട് മരുഭൂമിയിൽ പ്രത്യേകം സജ്ജീകരിച്ചു കൊടുത്ത ഭക്ഷ്യസാധ്യതകളാണ്. ഈ സെൽവ പക്ഷി പിന്നീട് 40 വർഷമാണ് അവർ സിനായി മരുഭൂമിയിൽ ഒരു ഇസ്രായേൽ കഴിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ അലയുന്നത്. ഈ 40 വർഷം പിന്നിടുന്നതോടു കൂടിയാണ് അവർക്ക് മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലമൊക്കെ കഴിഞ്ഞ് ഷംവീൽ പ്രവാചകന്റെ കാലത്താണ് അവർ ഫലസ്തീനിൽ എത്തുന്നത്. അതുവരെയുള്ള 40 വർഷക്കാലമാണ് അവർക്ക് മന്നും സെൽവായും പ്രയോജനപ്പെടുത്താൻ ആവശ്യമുണ്ടായിരുന്നത്. ഈ ഘട്ടം പിന്നിട്ട് സാധാരണ ജീവിതത്തിലേക്ക് അവർക്ക് തിരികെ പോകാൻ സാധിച്ചപ്പോൾ, ഫലസ്തീനിലെത്തിയതിനെ തുടർന്ന് കൃഷിയൊക്കെ ചെയ്യാൻ അവർക്ക് സാധ്യത തെളിഞ്ഞു വന്നതോടുകൂടി പിന്നീട് ഈ രണ്ട് സംഗതികളും അപ്രത്യക്ഷമായി എന്നാണ് ചരിത്രപരമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെൽവ പക്ഷികൾ പിന്നീട് ആ പ്രദേശത്തൊന്നും അവർക്ക് കാണാൻ പറ്റുകയുണ്ടായില്ല. അത് കുറ്റിയേറ്റുപോയ ഒരു സംഭവം. അതുപോലെ മണ്ണ് അതിന്റെ തരിമ്പ് പോലും എവിടെയും കിട്ടാത്ത വിധത്തില് അപ്രത്യക്ഷമായി ഇല്ലാതായി തീർന്നുപോയി എന്ന ഒരു കാര്യവുമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മൂസ അലൈഹി ഇസ്ലാമിന് അദ്ദേഹത്തിന്റെ സമൂഹത്തിനൊക്കെ വേണ്ടി അള്ളാഹു പ്രത്യേകമായി ഒരു മുഅ്ജിസത്ത് എന്നുള്ള നിലക്ക് തന്നെ നൽകിയിട്ടുള്ള സഹായമായിരുന്നു ഈ സെൽവായും മന്നും. ഒരു ഡിഡോ പക്ഷിയെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചില സ്രോതസ്സുകളിലൊക്കെ അതിന്റെ വംശനാശം സംഭവിച്ച് അതിൽപ്പെട്ട ഒരെണ്ണം പോലും ഇല്ലാതായി മാറിയിട്ടുള്ള ഒരു പക്ഷിയെ കുറിച്ചുള്ള ഒരു വിവരണം ഈ ജീവജാലങ്ങളുടെ വംശനാശത്തെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന പല സ്രോതസ്സുകളിലും കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ അതിനെ കേവല ഭൗതികമായ വീക്ഷണത്തിലൂടെ കാണുമ്പോൾ വംശനാശമായിട്ട് അനുഭവപ്പെടാം. അള്ളാഹു ആ പക്ഷിയെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു സമൂഹത്തിന് വേണ്ടി ഒരുക്കി കൊടുത്തത് ആവാൻ ഇടയുണ്ട്. ഒരുപക്ഷെ ഈ സെൽവ പക്ഷി തന്നെ ആവാം ഈ ഡിഡോ എന്ന പേരിൽ ശാസ്ത്രജ്ഞന്മാര് പരാമർശിക്കുന്ന പക്ഷി എന്നും വരാം, അല്ലാഹു അഅലം. എന്തായാലും ബനി ഇസ്രായേൽ സമൂഹത്തെ അള്ളാഹു ഈ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, നാം നിങ്ങളുടെ കടുത്ത ശത്രുവായ ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുത്തി. രണ്ടാമത്തത്, തൂർ പർവ്വതത്തിന്റെ അടുക്കൽ നിങ്ങൾക്കായിട്ട് നാം ഒരു സമയവും സ്ഥലവും നിശ്ചയിച്ചു തന്ന് നിങ്ങൾക്കുള്ള ദൈവിക മാർഗദർശനം നൽകാൻ വേണ്ട ഏർപ്പാട് ചെയ്തു. മൂന്നാമത്തത്, വനസ്സൽന അലൈക്കുമുൽ മന്ന വസ്സൽവ, നിങ്ങൾക്കായിട്ട് മന്നും സെൽവായും നാം ഇറക്കി തന്നു. 3 പ്രത്യേകമായ ദൈവിക ഇടപെടലുകളാണ്. എന്നിട്ട് അള്ളാഹു അവരോട് പറയുകയുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്, കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഉത്കൃഷ്ടമായ ഭോജ്യങ്ങൾ നിങ്ങൾ കഴിച്ചുകൊള്ളുക. കുലൂ, നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, നാം നിങ്ങൾക്ക് റിസ്ഖായി നൽകിയിട്ടുള്ള ഉത്കൃഷ്ടമായ ഈ വസ്തുക്കളെ നിങ്ങൾ
ഭുജിച്ചുകൊള്ളുക, നിങ്ങൾ കഴിച്ചുകൊള്ളുക. വലാ തത്ഗൗ ഫീഹി, എന്നാൽ ഇക്കാര്യത്തിൽ നിങ്ങൾ ധിക്കാരികളായി മാറരുത്, ധിക്കാരം പ്രവർത്തിക്കരുത്, അതിര് വിട്ട് പെരുമാറരുത്. വലാ തത്ഗൗ ഫീഹി, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിനോടുള്ള നിലപാട് നിങ്ങൾ തുകയാന്റേതാക്കി മാറ്റരുത്. ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടത് മൂസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ഫറോവയെ കുറിച്ച് പറയുന്നതാണ്. ഇന്നഹു ത്വഗ, അവൻ ധിക്കാരിയായിരിക്കുന്നു എന്നതാണ്. അള്ളാഹു ഒരിക്കലും ഒരു നിലക്കും വെച്ച് പൊറുപ്പിക്കുകയില്ലാത്ത ഒരു നിലപാടാണ് ധിക്കാരം എന്നത്. അത് സാധാരണ മനുഷ്യരായാലും വലിയ ഭരണാധികാരികളായാലും അള്ളാഹുവിന്റെ മുന്നിൽ അവര് വിനയാന്വിതരായി നിലകൊള്ളേണ്ട അവന്റെ ആശ്രിതരും അവന്റെ ദാസന്മാരുമാണ് എന്നൊരു ബോധം അവർക്കുണ്ടാവണം. മറിച്ച് ഭൗതിക സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അഹന്തയുള്ളവരും ധിക്കാരത്തോടു കൂടി പെരുമാറുന്നവരായി മാറുന്നവരും ഒക്കെ ആയിട്ട് നമ്മൾ പരിണമിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ദൈവിക കോപം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ അത്യുഷ്ണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. പലർക്കും ഈ ഉഷ്ണത്തെ നേരിടാനുള്ള ശീതീകരണ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പള്ളികളിലും വീടുകളിലും ഒക്കെ എയർ കണ്ടീഷണറുകളൊക്കെ പിടിപ്പിച്ച് അതിന്റെ സൗകര്യം പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥയിലാണ് പലരും ഉള്ളത്. ഇതും പക്ഷെ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം ആണ് എന്ന ബോധത്തോടു കൂടി വിനയാന്വിതരായിക്കൊണ്ട് ഇത്തരം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടില്ലാത്ത ആളുകളോട് അപമര്യാദമായിട്ട് പെരുമാറാനോ അവരോട് അവജ്ഞ തോന്നാനോ ഒന്നും കാരണമാകുന്ന വിധത്തില് ഇതായിക്കൂടാ. ഇത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ ധിക്കാരത്തോടു കൂടി അഹങ്കാരത്തോടു കൂടി സമീപിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ കോപം വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമായി മാറും. അപ്പൊ ഇവിടെ അള്ളാഹു 2-3 അനുഗ്രഹങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തതാണ് പറയുന്നത്. ഒന്ന്, അവർക്ക് ഏറ്റവും വലിയ ഭീഷണിയായിരുന്ന അവരുടെ ശത്രുവിനെ അള്ളാഹു, ആ ശത്രുവിൽ നിന്ന് അവരെ അള്ളാഹു രക്ഷപ്പെടുത്തി. രണ്ടാമത്തത്, അവർക്ക് ജീവിത മാർഗദർശനം നൽകുന്നതിന് വേണ്ടിയുള്ള സമയം നിശ്ചയിച്ചു കൊടുത്തു, സ്ഥലവും നിശ്ചയിച്ചു കൊടുത്തു. മൂന്നാമത്, മരുഭൂമിയിലെ അവരുടെ വാസക്കാലത്ത് അവരുടെ പട്ടിണി മാറ്റാൻ വേണ്ടി അള്ളാഹു അവർക്ക് ഒരുക്കി കൊടുത്ത പ്രത്യേകമായ വിഭവങ്ങൾ, മന്നും സൽവായും. ഇത് ഉത്കൃഷ്ടമായ ഭക്ഷ്യവിഭവങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ട വിധത്തില് നിങ്ങൾ അത് കഴിച്ചു കൊള്ളുക. പക്ഷേ വലാ തത്ഗൗ ഫീഹി, അതിൽ നിങ്ങൾ ധിക്കാരം പ്രവർത്തിക്കരുത്. ഇക്കാര്യത്തില് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള യാതൊരു വീഴ്ചയും ഉണ്ടായിക്കൂടാ. നിങ്ങളുടെ മനസ്ഥിതി അള്ളാഹുവിന് കീഴ്പ്പെട്ട ആളുകളുടെ മനസ്ഥിതി തന്നെ ആവണം. നിങ്ങളുടെ നിലപാട് വിനയത്തോടുകൂടി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തുന്ന ആളുകളുടെ നിലപാടായിരിക്കണം. ഇക്കാര്യത്തില് നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ലംഘിച്ചുകൊണ്ട് ധിക്കാരപൂർവം പെരുമാറുന്ന സ്വഭാവക്കാരായി മാറിക്കൂടാ. അള്ളാഹുവിന്റെ ഏത് അനുഗ്രഹവും നമ്മളെ കൂടുതൽ കൂടുതൽ വിനയമുള്ളവരാക്കി മാറ്റുകയാണ് വേണ്ടത്, അഹന്തയുള്ളവരാക്കി മാറ്റുകയല്ല. ഏത് അനുഗ്രഹം ലഭിച്ച ഘട്ടത്തിലും അഹന്തയുള്ളവരായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അതിനെ തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്നത് തുടർന്നുള്ള വാക്കുകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കുക. വലാ തത്ഗൗ ഫീഹി, നിങ്ങൾ അതില് അഹന്തയോടെയും ധിക്കാരത്തോടെയും അനുസരണക്കേടോടുകൂടിയും നിങ്ങൾ പെരുമാറരുത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത് ഫയഹില്ല അലൈക്കും ഗളബി, അങ്ങനെ നിങ്ങൾ അതില് ഈ അനുസരണക്കേടും ധിക്കാരവും കാണിക്കുകയാണെങ്കിൽ നമ്മുടെ കോപം, എന്റെ കോപം നിങ്ങൾക്ക് വന്നു ചേരും, നിങ്ങളുടെ മേൽ പതിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്റെ കോപം വന്ന് പതിക്കാൻ അനുവാദമുള്ളവരായി മാറും. അങ്ങനെയാണ് അള്ളാഹു പറയുന്നത്. നിങ്ങളുടെ മേൽ എന്റെ കോപം ഹലാലാകും എന്നാണ് അള്ളാഹു പറയുന്നത്. എന്റെ കോപം നിങ്ങളുടെ മേൽ സംഭവിക്കുക എന്നത്, അത് നിങ്ങളുടെ മേൽ സംഭവിക്കുക എന്നത് ഹലാലായിട്ട് മാറും. അള്ളാഹു അത് ഹറാമാക്കി വെച്ചിരിക്കുകയാണ് പലരുടെയും കാര്യത്തിൽ. പക്ഷെ അത് നിങ്ങളുടെ മേൽ സംഭവിക്കും, നിങ്ങൾ ഈ ധിക്കാരം കാണിക്കുന്നവരായിട്ടാണ് നിലകൊള്ളുന്നത് എങ്കിൽ. ഫയഹില്ല അലൈക്കും ഗളബി, എന്നിട്ട് അള്ളാഹു പറയുന്ന വമൻ യഹ്ലിൽ അലൈഹി ഗളബി
ആരുടെ മേലാണോ എന്റെ കോപം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ മേലാണോ എന്റെ കോപം ഉണ്ടാവുക എന്നത് അനുവദനീയമാകുന്നത്, ഫഖദ് ഹവ, അവൻ നശിച്ചത് തന്നെ. അള്ളാഹുവിന്റെ കോപം ഉണ്ടാകാൻ ആരെങ്കിലും അർഹതയുള്ളവനായി മാറിയാൽ അവന്റെ കാര്യം പോക്കാണ്. അവൻ നശിച്ചത് തന്നെ, അവന്റെ നാശത്തിന് അത് മതി. അപ്പൊ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളില് നമ്മള് സ്വയം മറന്ന് ധിക്കാരം കാണിക്കുന്നവരും അഹങ്കാരത്തോടുകൂടി അനുസരണക്കേടോടുകൂടി പ്രവർത്തിക്കുന്നവരായി മാറുകയും ചെയ്യുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ കോപം നമ്മളെ തേടിയെത്തും, നമ്മൾ അതിന് അർഹതയുള്ളവരായി മാറും. ആരുടെയെങ്കിലും മേൽ അള്ളാഹുവിന്റെ കോപം സംഭവിക്കുന്നുവെങ്കിൽ ഫഖദ് ഹവ, അവൻ നാശമടഞ്ഞത് തന്നെ. പിന്നെ അവന്റെ കാര്യത്തില് യാതൊരു പ്രതീക്ഷയില്ല. എത്ര ഉയർച്ച നേടിയ ആളായതൊന്നും കാര്യമില്ല. ഭൗതികമായിട്ട് എത്ര ഉയർന്നു പൊങ്ങാൻ കഴിഞ്ഞ ആളാണെങ്കിലും അതുകൊണ്ടൊന്നും ഗുണമില്ല. അയാൾ തകർന്നു വീഴും. അത് അയാളുടെ നാശത്തിന് തന്നെ കാരണമാവും. പക്ഷെ അള്ളാഹു പ്രതീക്ഷാ നിർഭരമായ ഒരു കാര്യം കൂടി ഇവിടെ ബനൂ ഇസ്രായേൽ സമൂഹത്തിന് കേൾപ്പിക്കുന്നുണ്ട്. അത് മക്കയിലെ ആളുകൾക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ലിമൻ താബ വആമന വഅമില സ്വാലിഹൻ സുമ്മ ഇഹ്തദാ. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച്, ഖളബിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നിടത്തൊക്കെ അള്ളാഹു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. വഇന്നീല ഗഫാറുൻ, ഞാൻ ഏറെ പുറത്തു കൊടുക്കുന്നവനുമാണ്. ഗഫൂർ എന്നാണ് സാധാരണ പറയാറുള്ളത്. ഗഫൂർ എന്നതിനേക്കാളൊക്കെ വളരെ കൂടുതലായിട്ട് പുറത്തു കൊടുക്കുക എന്നത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് ഗഫാർ എന്ന് പറയാം. ഗഫൂർ എന്ന് പറഞ്ഞാൽ തന്നെ പുറത്തു കൊടുക്കുന്നവനാണ്. അതിന്റെ അറബി ഭാഷയിൽ അതിന്റെ ഏറ്റവും കൂടിയ, അതിന്റെ ഇസ്മു തഫ്ലീൽ വേറെ രൂപമാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രൊഫഷണൽ ആയിട്ട് അതിന്റെ ആധിക്യം കാണിക്കുന്ന ഒരു വസനാണ് ഈ ഗഫാർ എന്ന് പറയുന്നത്. സവാഖ്, അതുപോലെ ഫആൽ എന്നൊക്കെ പറയുന്ന രൂപം, അതുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന ആ കാര്യം അതിന്റെ ഏറ്റവും കൂടിയ ഇന്റൻസിറ്റിയിൽ ഏറ്റവും കൂടുതൽ സമയങ്ങളിലായിട്ടൊക്കെ ചെയ്യുന്ന ഒരാൾക്കാണ് ആ വാക്ക് ഉപയോഗിക്കുക. എന്നിട്ട് അള്ളാഹു ഇവിടെ പറയുന്നത് വഇന്നീല ഗഫാറുൻ, നിശ്ചയമായിട്ട് ഞാൻ ഏറ്റവും ഏറെ പുറത്തു കൊടുക്കുന്നവൻ തന്നെയാണ്. ലിമൻ താബ, തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക്, ആമന, വിശ്വാസം ശരിപ്പെടുത്തിയവർക്ക്, വഅമില സ്വാലിഹൻ, ശരിയായ കർമ്മങ്ങൾ ചെയ്യാൻ സന്നദ്ധരായവർക്ക്, സുമ്മ ഇഹ്തദാ, എന്നിട്ട് പിന്നെ ചാഞ്ചല്യമില്ലാതെ ശരിയായ ദിശയിൽ തന്നെ നീങ്ങുകയും ചെയ്യുന്നവർക്ക്. അള്ളാഹു 4 ഉപാധികളാണ് ഇവിടെ പറയുന്നത്. അവന്റെ ഗഫാറാണ് എന്ന പ്രത്യേകത ആർക്കെങ്കിലും അനുഭവിച്ചറിയണമെങ്കിൽ ഈ 4 ഗുണങ്ങൾ അവരിൽ വേണം. ഒന്ന്, തൗബ ചെയ്ത് മടങ്ങാൻ. അത് വലിയ വിനയം കാണിക്കലാണല്ലോ. അഹന്തയുള്ള ആളുകള് സോറി എന്ന് പറഞ്ഞ് പടച്ചവനെ തെറ്റ് പറ്റിപ്പോയി പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ മടങ്ങണമെങ്കിൽ അത് മനസ്സിന്റെ വലിയ എളിമയും വിനയവും ഒക്കെയുള്ള ഒരു അവസ്ഥയിലേ സാധിക്കുകയുള്ളൂ. തുകയാനുള്ള അവസ്ഥയിൽ അത് സാധിക്കില്ല. തുകയാൻ കൈവെടിഞ്ഞ് എളിമയോടും വിനയത്തോടും കൂടി ഒരാള് തൗബ ചെയ്ത് മടങ്ങാൻ ഒരുങ്ങിയാൽ, ആമന, വിശ്വാസം ശരിയായ വിധത്തിലാക്കി അതിനെ കളങ്കരഹിതമാക്കി വെക്കാൻ അയാൾ സന്നദ്ധമായാൽ, അമില സ്വാലിഹൻ, അള്ളാഹു അവന്റെ ദൂതന്മാര് മുഖേന പഠിപ്പിച്ചിട്ടുള്ള അമാലുകള്, സ്വാലിഹായ കർമ്മങ്ങള് ചെയ്യാൻ അവര് സന്നദ്ധരായാൽ, അതോടൊപ്പം തന്നെ സുമ്മഹ്തദ, പിന്നെ ശരിയായ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയും ചെയ്താൽ, പിന്നെ ചാഞ്ചല്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും തിരിഞ്ഞു നോക്കി പഴയ വൃത്തികേടുകളിലേക്കൊക്കെ തന്നെ പോകുന്ന സ്വഭാവമൊന്നും ഇല്ലാതെ ഒരാള് നിലക്കൊള്ളാൻ സന്നദ്ധനായാൽ തീർച്ചയായിട്ടും അള്ളാഹു പറയുന്നത് വഇന്നീല ഗഫാറുൻ, ഞാൻ നിശ്ചയമായിട്ടും ഗഫാർ തന്നെയാണ്. ഏത് പാപികൾക്കും, എത്ര തന്നെ പാപകൃത്യങ്ങൾ ചെയ്തു പോയ, കുറ്റകൃത്യങ്ങൾ ചെയ്തു പോയ മനുഷ്യനും, അത് ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന അവരുടെ ധിക്കാരത്തിന്റെ അവസ്ഥയിൽ ആണെങ്കിൽ പോലും ഈ 4 നിബന്ധനകൾ പാലിക്കാൻ അവർ സന്നദ്ധരാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു ഏറ്റവും ഏറെ പുറത്തു കൊടുക്കുന്നവനായിട്ട് മാറും. ഏറ്റവും ഏറെ പുറത്തു കൊടുക്കാൻ സന്നദ്ധത കാണിച്ചുകൊണ്ട്
അവരിലേക്ക് അള്ളാഹു ഇങ്ങോട്ട് ഇറങ്ങി വരും. അതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ 4 കാര്യങ്ങൾ ചെയ്യാൻ അവർ സന്നദ്ധരായാൽ, തൗബ ചെയ്ത് മടങ്ങുക, ഈമാൻ ശരിയാക്കുക, അതുപോലെ നിർദ്ദേശിക്കപ്പെട്ട സുഹൃതങ്ങൾ ചെയ്യുക, അതുപോലെ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വഴികേടിലേക്ക് പോകാതിരിക്കുക, ശരിയായ ദിശയിൽ തന്നെ നീങ്ങുക. അങ്ങനെ തുടർന്ന് ശരിയായ ദിശയിൽ നീങ്ങാനും ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വളരെയേറെ പുറത്തു കൊടുക്കുന്നവൻ തന്നെയായിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ബനൂ ഇസ്രായേൽ സമൂഹത്തെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയുണ്ടായത് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ചെങ്കടൽ കടന്ന് അവർ പോയി സിനായി മരുഭൂമിയിൽ കുറച്ചു കാലം പിന്നിട്ട് അതിനെ തുടർന്ന് മൂസ അലൈഹി ഇസ്ലാമിനെയും അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് ആളുകളെയും ഒക്കെ തൂർ സൈന പർവ്വതത്തിന്റെ ഒരു വശത്തേക്ക് ഒരു കൂടിക്കാഴ്ചക്ക് വേണ്ടി ദൈവിക മാർഗദർശനം നൽകപ്പെടുന്നതിന് വേണ്ടി അവരെ വിളിച്ച ആ സന്ദർഭത്തില്, അതിനെ തുടർന്നുള്ള ആ ഘട്ടത്തിലാണ് ബനൂ ഇസ്രായേൽ സമൂഹത്തിനോട് അള്ളാഹു ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായത്. അപ്പൊ ഇപ്പോ അത് വീണ്ടും ബനൂ ഇസ്രായേൽ സമൂഹത്തെ അള്ളാഹു ചുറ്റുപാടുമുള്ള ഖുർആൻ അവതരിക്കുന്ന ഘട്ടത്തില് മദീനയിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ബനൂ ഇസ്രായേൽ സമൂഹത്തിനും ഇതൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. അതോടൊപ്പം മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ സാഹചര്യങ്ങളെ ബനൂ ഇസ്രായേലിന്റെ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ചില ഗുണപാഠങ്ങൾ നേടാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലുമുള്ളതാണ് ഈ വാക്യങ്ങൾ എന്ന് കാണാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.